അടുത്ത ബാക്കിയുള്ള സെക്ഷൽ ഡിസീസുകളൊക്കെ ഒന്ന് ഓടിച്ചു പോവാണ്. ഞാൻ എല്ലാം ഒന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എയ്ഡ്സ് ആണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ എയ്ഡ്സ് എന്ന് പറയുന്നത് ഇതിലത്തെ ചേട്ടൻ, ഇനി ഇത് കൂടാതെ അനിയന്മാരും അമ്മായിമാരും ഒക്കെ ഉണ്ട് ഇതില്. ഓലൊക്കെ നമുക്ക് പരിചയപ്പെടണം. 4 ഓലൊക്കെ വരുമ്പോ നമുക്ക് സ്വീകരിക്കണ്ടേ? അമ്മായികളൊക്കെ വരുമ്പോ നമ്മൾ സ്വീകരിച്ചിരുത്തണ്ടേ? വേണോ? ആട്ടി പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, HPV എന്ന് പറയുന്നത് വാർഡ്സ് ആണ്, ജനൈറ്റൽ വാർഡ്സ് ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാ പറഞ്ഞ. പേരുകളും നിങ്ങൾ കേട്ട് പേടിച്ചൊന്നും വേണ്ട, അതൊക്കെ നമുക്കുള്ളതാണ്. നിങ്ങൾ അളക്കട്ടെ. സിമ്പിൾ ആയിട്ട് ചിലർ കൈത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെറിയ ഉണലുകൾ കണ്ടിട്ടുണ്ടാവും. അത് ഇതാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നീ നാളെ അതൊക്കെ കണ്ട ഞള്ള പടച്ചോനെ HPV ആണ്, ഓടി രക്ഷപ്പെടുക. അതുമല്ല ഷുഗറോ അല്ലെങ്കിൽ അമിതവണ്ണൊക്കെ വന്നിട്ട് വന്നേക്കാരം. പക്ഷെ നിങ്ങളെ ജനൈറ്റൽ ഏരിയയിൽ, അതായത് ലിംഗത്തിലോ അതല്ലെങ്കിൽ വജൈനയിലോ വൾവയിലോ ആ റീജിയനിലൊക്കെ ചെറിയ ചെറിയ വാർഡ്സുകൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മിക്കവാറും എന്താണെന്നുള്ളതാണ്, HPV ഇൻഫെക്ഷൻ ആണ്. ഈ HPV ഇൻഫെക്ഷൻ കിട്ടിയാലും മെച്ചെന്താ നിങ്ങൾക്ക് അറിയോ? HPV ഇൻഫെക്ഷൻ കിട്ടിയാലും മെച്ചെന്താ? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ? അങ്ങനത്തെ കേസുകൾ ഉണ്ട്. അതാ ഞാൻ പറയുന്നത്. 20ാമത്തെ വയസ്സിലും 25ാമത്തെ വയസ്സിലൊക്കെ കിട്ടിയ ഒരു 50 വയസ്സാവുമ്പോ എന്തായിട്ട് മാറും? ക്യാൻസർ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡിസീസ്. വാവ്, അതന്നെ കറക്റ്റ് ആണോ? ക്യാൻസർ ആയിട്ട് മാറും. ഈ ക്യാൻസർ വന്ന അത്ര സുഖം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് നല്ല സുഖിക്കര വാവ് എന്നൊക്കെ പറയാം. വന്ന് അനുഭവിച്ചോലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തിലോ, ഇന്ന് പണ്ടത്തെ പോലെ ഒന്നുമല്ല. എന്റെ അടിച്ചത് ഈസോഫാഗൽ ക്യാൻസർ വന്നിട്ടാ. കണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ക്യാൻസറും അത്ര നല്ലതല്ല. നല്ലതല്ല ഇൻ ദ സെൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല അവർ അനുഭവിക്കുന്നതും ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ രോഗത്തു നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ ഇതിന്റെ ഒരു എൻഡ് സ്റ്റേജ് അതാണ്. കിട്ടിക്കഴിഞ്ഞാൽ അവസാനം എവിടെയൊക്കെ ക്യാൻസർ വരും എന്നില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോ ഇതാണ് സംഗതി. ഇനി ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് ആദ്യത്തെ ലക്ഷണമായിട്ട് വരിക എങ്ങനെയാണ്? ഈ ചെറിയ വാർഡ്സ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കുരുക്കളായിട്ടാണ് വരിക. അത് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ലിംഗത്തിൽ വരാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് സ്ത്രീകളിലാണെങ്കിൽ വൾവൽ റീജിയനിൽ വരാം. നമ്മുടെ നമ്മുടെ ആനൽ സെക്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആനൽ റീജിയനിൽ വരാം. ത്രോട്ടില് ഓറൽ സെക്സ് ചെയ്യുന്ന ആളുകൾക്ക് എവിടെ വരും? തൊണ്ടയിലാ വരാം. ഓറൽ സെക്സ് ചെയ്യുന്ന ആളുകൾക്ക് തൊണ്ടയിൽ വരും. അതുപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ചെറുതായിട്ട് വരാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ അരിമ്പാറ ഒന്നും ഇതല്ല, സാധാ അതല്ല. അല്ലാതെ നിങ്ങൾ ഇത് പേടിക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അരിമ്പാറ ഒന്ന് പേടിക്കണോ? വേണ്ട, അത് സാധാ സാധനക്കാരം 100+ വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇതിന്റെ ഡേഞ്ചർ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എപ്പോഴേ വരുള്ളൂ? നമ്മളിങ്ങനെ വേണ്ടാത്ത പണിക്കൊക്കെ പോയി നല്ല കുട്ടിയായിട്ടൊക്കെ ജീവിക്കുമ്പോഴാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതില് വരുന്ന ക്യാൻസർ ഞാൻ പറഞ്ഞു, 50 വയസ്സാവുമ്പോൾ എല്ലാവരും കരുതി വെച്ചോ ഈ ക്യാൻസർ വരും. ഇനി രണ്ടാമത്തേത് ആനൽ ക്യാൻസർ, പെനൈൽ ക്യാൻസർ, ലിംഗത്തിൽ ക്യാൻസർ വരും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇന്നത്തെ കേസിലൊക്കെ ഓറൽ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വർഷങ്ങൾ എടുത്തത് എന്തായിട്ട് മാറും? തൊണ്ടയിലെ ക്യാൻസർ ആയിട്ട് മാറും, ത്രോട്ട് ക്യാൻസർ ആയിട്ട് മാറും. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ HPV ഇൻഫെക്ഷനിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സംഗതികളാണ്. അപ്പൊ ഇതൊരു ഡേഞ്ചർ സംഗതിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ചെറിയ വാർഡ്സ് ആയിക്കാരം ട്രീറ്റ്മെന്റ് എടുത്താൽ കുഴപ്പമില്ല. നമുക്ക് എയ്ഡ്സിനെ പോലെ അത്ര ഡേഞ്ചർ ഒന്നുമല്ല. ഒന്ന് ട്രീറ്റ്മെന്റ് 2 ഇയറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് റിക്കവർ ചെയ്യാം. പിന്നെ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സംശയമുണ്ട് അതല്ലെങ്കിൽ ഇനി നമ്മളെ ലൈഫ് എങ്ങനെയാവും നമുക്ക് അറിയൊന്നുമില്ല, ചിലപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്സിൻ അവൈലബിൾ ആണ്. ഈ ഒരു ഏജിൽ നിങ്ങൾ ആ വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഏജ്. ഈ ഒരു ഏജിൽ നിങ്ങൾ വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ കോണ്ടം ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് ഫുൾ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ പേര് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ദ അൺവാണ്ടഡ് ടാറ്റു ആർട്ടിസ്റ്റ് എന്നാ പറഞ്ഞത്. അതായത് തൊട്ടാ മതി. തൊട്ടാൽ ഇപ്പൊ വാർഡ്സിൽ പോയിട്ട് ഇപ്പൊ എനിക്ക് വാർഡ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ പോയി തൊട്ട് കഴിഞ്ഞാൽ ആ വാർഡ്സ് എന്റെയും മുന്നിലേക്ക് വരും. ആ HIV പോലെ എന്താ പറയാ, നമ്മൾ സെക്സ് മാത്രമല്ല ഇതില്, ജസ്റ്റ് തൊടലും അതല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഒക്കെ തന്ന ധൈര്യമായിട്ട് ഓക്കെ ഷെയ്ക്ക് ഹാൻഡൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഇതിന്റെ കേസിലുള്ളത്, HPV എന്ന് പറയുന്നതിലുള്ളത്. ഇനി അപ്പൊ ഇത് വാർഡ്സ് ആണെന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് ഹെർപ്പിസ് സിംപ്ലസ് വൈറസ്, ദ ബ്രേക്കപ്പ് സ്പെഷ്യലിസ്റ്റ്. ബ്രേക്കപ്പ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് സ്പെഷ്യലിസ്റ്റ്. എത്ര ബ്രേക്കപ്പ് ആയി? എന്നാരും പ്രേമിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല, ഇവിടെ വേറെ ഏതെങ്കിലും ആൻസർ ചെയ്യിക്കാരം. ഇവിടെ കറന്റ്ലി ഒന്നും ഓടിക്കൊണ്ടിരിക്കുക സാർ, നാറ്റിക്കരുത്. ബ്രേക്കപ്പ് സ്പെഷ്യലിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ആ അസുഖമാണ്. കണ്ടോ, ചെറിയ നമ്മൾ പൊള്ളലേൽക്കുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ, പൊള്ളലേറ്റവരൊക്കെ ഇല്ല ഇതില്,
പൊള്ളലേറ്റ വര് ബേണിങ്. അപ്പൊ പൊള്ളലേക്കുമ്പോൾ ചെറിയൊരു കുമ്പിള് വരില്ല, അതേപോലെ ഇത് വരിക. അതും വരുന്ന ലൊക്കേഷനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ ഇതിൽ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് ഇവിടെ വരുന്നതും ഉണ്ട്, വായന്റെ ഭാഗത്ത് വരുന്നതുകൊണ്ട്. രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ ലിംഗത്തിന്റെ ഭാഗത്ത് വരുന്നതുകൊണ്ട്. ഇതുപോലെ ചെറിയ കുരുക്കളായിട്ട് വരിക, അത് പൊട്ടും, ആ വെള്ളം ഡിസ്ചാർജ് ചെയ്യും, കുറച്ചു കാലത്തിനുണ്ടാവില്ല, വീണ്ടും പൊട്ടും, വീണ്ടും വരും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ നിങ്ങളെ പ്രൈവറ്റ് പാർട്ടിലോ അല്ലെങ്കിൽ വായയുടെ റീജിയനിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കള്, ഈ ബ്രേക്കപ്പ്, ഈ ഒരു ഇങ്ങനത്തെ സംഗതി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ HSV ആവാം. നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. എല്ലാവരിലും എല്ലാം ഞാൻ പറയണത്, നല്ല കുട്ടികളും ഇതൊന്നും പേടിക്കൊന്നും വേണ്ട, മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ ആയിട്ടുള്ളത് ഉണ്ടോ, ഞാൻ പറഞ്ഞു കിസ്സിങ്, ഉമ്മ എടുത്താൽ വരും. മറ്റടുത്ത് ഒരു ഉമ്മ തരണ്ടെന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ ഉമ്മ കൊടുത്താലും പ്രശ്നമാണ്. ഓക്കെ. പിന്നെ ഇതൊക്കെ എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. സ്പ്രെഡൊക്കെ ഇനിയെല്ലാം എല്ലാത്തിലും ഏകദേശം ഒരേപോലെ തന്നെയാണ്, ഓർത്തോളി. പിന്നെ അപ്പൊ രണ്ടാമത്തെ ഡിസീസുമായി, അതായത് HIV കഴിഞ്ഞു, HPV കഴിഞ്ഞു, ഇതേതാണ് HSV സിംപ്ലെക്സ്. ഓക്കെ, അതായത് കുരു വരുന്നത്, രണ്ടാമത്തെ വാർഡ്സ് വരുന്നത്. ഓക്കെ. ഇനി പ്രിവെൻഷൻ എല്ലാത്തിലും ഒരുപോലെ തന്നെ, അതായത് കോണ്ടം ഉപയോഗിക്കുക. നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ഈ പറഞ്ഞ ഇറപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബന്ധപ്പെടുന്ന സമയത്ത് ഇങ്ങനത്തെ സംഗതികൾ ഉണ്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ബന്ധപ്പെടാൻ പാടില്ല. അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത്, ഇതിപ്പോ കോമൺ ആയിട്ട് പല ആളുകളിലും നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം പ്രശ്നക്കാരനാണോ? ഇക്കാരം ആവാം. നല്ല ആൻസർ. മഞ്ഞപ്പിത്തം പ്രശ്നക്കാരനാണോ? ആണ്. ആണോ? എല്ലാ മഞ്ഞപ്പിത്തം പ്രശ്നക്കാരനാണോ? അപ്പൊ പച്ചവെള്ളം കുടിച്ചാൽ മഞ്ഞപ്പിത്തം വരും, കണ്ടാമിനേറ്റഡ് ആയിട്ട്. അതായത് ആ മറ്റേ ഇത് അവിടെ വൈറസ് അവിടെ പോയി നമ്മളെ മലത്തിലൂടെ വെള്ളത്തിലേക്ക് എത്തി, ആ മലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇത് വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം. കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടറിലൂടെ ഒക്കെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് വരാം. AE എന്ന് പറയും. അതൊരു പ്രശ്നമില്ല. അത് വന്ന ഒരാഴ്ചന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ പനിയും ചെറുതായിട്ട് കണ്ണൊക്കെ മഞ്ഞച്ച് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോക്കോളും. അതേസമയം ഇവൻ വന്നു കഴിഞ്ഞാൽ മാറിപ്പോകില്ല.